Hello everyone, welcome to Psychology and Life by Kaveri. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന 5 മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മൈൻഡ് ഗെയിംസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ടാക്ടിക്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സിലേക്ക് അവർ വേറൊരു വ്യക്തിനെ, ഒരു തേർഡ് പേഴ്സണെയും കൂടി കൊണ്ടുവരുന്നു. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്സ് പാർട്ട്ണർ എന്നോട് ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തിരുന്നത്, നിനക്ക് ആ രീതിയിലൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, എൻ്റെ എക്സും എന്നെ ഇങ്ങനെയാണ് ചീറ്റ് ചെയ്തത്, നീയും ഇപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത്, നിങ്ങളെ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അപ്പൊ നീ അയാൾ എന്നെ ചീറ്റ് ചെയ്തതുപോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഫാമിലി മെമ്പറിനെ പോലത്തെ മോശപ്പെട്ട ബിഹേവിയർ ആണ് നീ ഇപ്പൊ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു വ്യക്തി ഇയാളെ മിസ്ട്രീറ്റ് ചെയ്ത പോലെ, ആ ഒരു വ്യക്തി കാണിച്ചൊരു ബിഹേവിയർ പോലെ കാണിക്കരുതെന്ന് വിചാരിച്ച് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്ത് ആ മാനിപ്പുലേഷനിൽ വീണ് അവരാഗ്രഹിക്കുന്നത് പോലെ നിൽക്കും. രണ്ടാമത്തത് പ്രൊജക്ഷൻ. ഇതൊരു ഡിഫെൻസ് മെക്കാനിസം ആണ്. ഇവിടെ അവരുടെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ അൺഡിസൈറബിൾ, മോശപ്പെട്ടത് എന്നൊക്കെ പറയാവുന്ന ഒരു ബിഹേവിയർ അവരുടേതല്ല, പകരം അത് നിങ്ങളുടേതാണെന്നുള്ള രീതിയിൽ നിങ്ങളെ അക്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നീ ഭയങ്കര സെൽഫിഷ് ആണ് എന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ ഈ വ്യക്തിയായിരിക്കും സെൽഫിഷ്. അതുപോലെ നിനക്ക് വേറെ ആരായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, നിന്റെ ബിഹേവിയർ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല, നിന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ വിക്ടിം ഇത് മനസ്സാവാച അറിയാത്ത കാര്യമായിരിക്കും, അയാളായിരിക്കും യഥാർത്ഥത്തിൽ വേറൊരു അഫെയർ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് നമ്മളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ തലയിൽ വെക്കുന്നു. ഇതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലവ് ബോംബിംഗ്. ലവ് ബോംബിംഗ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിലേഷൻഷിപ്പിന്റെ ഇനീഷ്യൽ ഫേസസിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, കോംപ്ലിമെന്റ്സ്, ഗിഫ്റ്റ് ഒക്കെ തന്ന് നിങ്ങൾ സ്പെഷ്യൽ ആണ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരിക്കും, ഇവരെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണർ ആക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഗ്രാൻഡ് റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് കാണിക്കുന്നതിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരു ഫേസിൽ കാണിക്കേണ്ടതിലും കൂടുതൽ അഫെക്ഷൻ കാണിക്കുന്നു, നമുക്ക് തരേണ്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ തരുന്നുവെങ്കിൽ നമ്മളത് സൂക്ഷിക്കേണ്ടതാണ്. അത്തരത്തിലൊരു എക്സസീവ് ആയിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ലവ് ബോംബിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആ ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് അവരാ ഇനീഷ്യൽ ഫേസിൽ തന്ന സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയാറില്ല. നാലാമത്തത് സൈലന്റ് ട്രീറ്റ്മെന്റ്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നത് മാത്രമല്ല, ഇത് ശരിക്കും ഒരു സൈലന്റ് വാറാണ്. അവർ തന്നിരുന്ന അഫെക്ഷനും അറ്റൻഷനും ഒന്നും അവരെ തരാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പോലും അത് കൊടുക്കാതെ കുറേ ദിവസം ക്രേവ് ചെയ്ത് ഈ വിക്ടിം പുറകെ നടന്ന് ആവശ്യപ്പെടുന്ന രീതിയിൽ അവരെ ആക്കുക, അവർക്കത് കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന അബ്യൂസേഴ്സും ഉണ്ട്. ഇതൊരു ഡേറ്റിംഗ് ഫേസിലോ അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിലായിരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് ദിവസം ഇവർ ഭയങ്കര സ്നേഹം തന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇവർ ഡിസപ്പിയർ ആവും. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും. കുറെ നാൾ ഇവരുടെ ഒരു വിവരവും ഇല്ല, ഇവർ വരുന്നില്ല, ടെക്സ്റ്റ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല, വിളിക്കുന്നില്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് ഭയങ്കര ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോക്സിക് ബോണ്ടിൽ അഡിക്റ്റഡ് ആയി പോകുന്നത്. അഞ്ചാമത്തത് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ അബ്യൂസ് ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. നീ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്, അല്ലാത്തവരൊക്കെ ഇതൊക്കെ സില്ലിയായിട്ട് എടുത്തേനെ, അല്ലെങ്കിൽ നിന്റെ ഓർമ്മപ്പെശകായിരിക്കും, നീ സ്വപ്നം കണ്ടതായിരിക്കും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ഇത്തരത്തിലൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ റിയാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഓർമ്മയുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാനസിക രോഗമാണോ എന്നൊക്കെയുള്ള രീതിയിൽ. ഇതിനെ മറികടക്കാൻ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്, അവർ ചെയ്യുന്ന അബ്യൂസസ്, അവർ പറഞ്ഞിട്ടുള്ള പ്രോമിസസ് ഒക്കെ നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ അതിന്റെ റെക്കോർഡ് ഉണ്ട്, എന്താണ് ഇവർ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞതെന്ന്. അപ്പൊ അവര് നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്താലും ഇല്ല, കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ഡയറി എടുത്ത് നോക്കുക. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവര് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലുള്ള പല മാനിപ്പുലേഷൻ ടെക്നിക്സ് ഉപയോഗിക്കും. വൺസ് നമ്മളത് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫേം ആയിട്ട് അവരോട് തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് പവർലെസ് ആക്കാൻ സാധിക്കും. അതായത് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നടപ്പിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ അവർ ഉപയോഗിക്കുന്ന മാനിപ്പുലേഷൻ ടാക്ടിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഏതെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ ടാക്ടിക് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഏത് രീതി ഉപയോഗിച്ചാണ് ഒരു ടോക്സിക് വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.